അഡ്വക്കേറ്റ് പി ജോസഫ് ഗ്ലോബൽ കാത്തലിക് കോൺഫറൻസിന്റെ പ്രതിനിധിയുണ്ട്. ശ്രീ പി ജോസഫ്, നമുക്കറിയാം യുദ്ധം തൻ്റെ കാലത്ത് താൻ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ പുറപ്പെട്ടിരിക്കുന്ന ഒരു നേതാവാണ് എന്നും താൻ അവസാനിപ്പിച്ച പല യുദ്ധങ്ങളും ലോകത്ത് ചൂണ്ടിക്കാണിക്കുകയും മറ്റും ചെയ്ത ട്രംപാണ് ഇപ്പോൾ ഇറാനെ ഒതുക്കാനായി ഇറങ്ങി ലോക പരാജയം നേടി ഇപ്പോൾ ഇത്തരം കിറുക്കുകൾ കാണിക്കുന്നത്. സംശയമില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പോരിപ്പോൾ മാർപ്പാപ്പയോടാണ്. സമാധാനത്തിനായി ആരാഗ്രഹിക്കുന്നോ അവരെ ഇല്ലാതാക്കുക എന്നുള്ള ഈ ഒരു നിലപാടിനെ എങ്ങനെ കാണണം? ഇത് അംഗീകരിക്കാനാവുന്ന ഒന്നല്ല എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കാവുന്നതാണല്ലോ. തീർച്ചയായും. അതായത് മാർപ്പാപ്പ വളരെ അസന്നിഗ്ധമായി പറഞ്ഞു. മറ്റു പലർക്കും ഇത് തുറന്നു പറയാൻ ധൈര്യമില്ലാത്തപ്പോൾ ആർക്കെങ്കിലും ധൈര്യം വേണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അമേരിക്കക്കാരനായ മാർപ്പാപ്പ ഈ വിഷയത്തിൽ ട്രംപിനോട് പ്രതികരിച്ചത്. നമുക്ക് ഈ ലോകത്തിൽ വേണ്ടത് ശാന്തിയും സമാധാനമാണ്, അല്ലാതെ യുദ്ധവും അക്രമവും അല്ല. ശിലായുഗത്തിലും മധ്യയുഗത്തിലും നടന്ന കണക്ക് അക്രമത്തിലൂടെയും യുദ്ധങ്ങളിലൂടെയും രാജ്യങ്ങൾ പിടിച്ചെടുക്കുകയും രാജ്യങ്ങളെ ഇല്ലാതാക്കുവാനും അല്ല ചെയ്യേണ്ടത്. ഈ ആധുനിക കാലഘട്ടത്തിൽ എല്ലാവർക്കും സമാധാനവും സമത്വവും ആണ് ആവശ്യമുള്ളത്. അതുകൊണ്ട് തന്നെ പരസ്പര ധാരണയിലൂടെ പരസ്പര സംസാരത്തിലൂടെ ലോകത്ത് സമാധാനം വരുത്തണം എന്നാണ് മാർപ്പാപ്പ ആഗ്രഹിക്കുന്നത്. പിന്നെ ട്രംപ് തന്റെ ഇച്ഛാഭംഗം കൊണ്ടും അമേരിക്കയുടെ പ്രസിഡന്റ് നിലയിലുള്ള അതിന്റെ അഹംഭാവത്തിന്റെ മൂർത്തിഭാവം ആയതുകൊണ്ടും ഒക്കെ ഇങ്ങനെ പെരുമാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളൊന്നും ഈ കാര്യത്തിൽ ട്രംപിനെ തിരുത്തുവാനോ എന്തുകൊണ്ട് നമ്മൾ ചിന്തിച്ചു പോകേണ്ട ഒരു കാര്യങ്ങളുണ്ട്. ലോകക്രമത്തിന് മാറ്റം വന്നിരിക്കുന്നു. UN പരാജയപ്പെട്ടിരിക്കുന്നു. യുണൈറ്റഡ് നേഷൻ പരാജയപ്പെട്ടിരിക്കുന്നു. ലോകത്തിൽ ഒരു ശക്തിക്കും ഇത്തരം കാര്യങ്ങൾ ഇടപെടാനോ യുദ്ധം അവസാനിപ്പിക്കാനോ സാധിക്കാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. മറ്റ് രാജ്യങ്ങളൊന്നും തന്നെ ഒന്നും മിണ്ടാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ അവസ്ഥയിലാണ് ആ രീതിയിലേക്ക് അമേരിക്കയെ മകളിലേക്ക് കൊണ്ടു നിർത്തിയപ്പോൾ മാർപ്പാപ്പയുടെ സ്വരമാണ് അവിടെ വേറിട്ട് നിൽക്കുന്നത്. മറ്റു രാജ്യങ്ങളൊക്കെ ഒരു പരിധിവരെ യുദ്ധത്തിനെ ട്രംപിനെ സഹായിക്കുന്നു, കുറച്ചുപേർ ഇറാനെ സഹായിക്കുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ലോകത്തിൽ സമാധാനം നിലനിർത്താൻ ഒരു ഒറ്റ വ്യക്തിയുള്ളത് മാർപ്പാപ്പ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് മാർപ്പാപ്പയുടെ വാക്കുകൾ ലോകം കാതോർക്കുന്നത്. അത് നിശ്ചയമായും ധൈര്യത്തോടെയുമാണ് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള അജണ്ടയുടെ ആവശ്യമില്ല. ട്രംപ് എന്തു തന്നെ ആയിക്കോട്ടെ ഭരണകൂടത്തെ ഭയപ്പെടുന്നില്ല എന്ന് പറഞ്ഞത് ക്രൈസ്തവ മാനവികതയുടെ ഏറ്റവും മകുട ഉദാഹരണമാണ്. ക്രൈസ്തവരുടെ അഭിഷിക്തനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ഭൂമിയിലെ പ്രതിനിധിയായ മാർപ്പാപ്പയ്ക്ക് അങ്ങനെ മാത്രമേ പറയുവാൻ സാധിക്കുകയുള്ളൂ. അതിനപ്പുറം ഒന്നും പറയുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ലോകത്ത് ഒരു പരിധിവരെ സമാധാനം നിലനിൽക്കുന്നതും ശാന്തി നിറമാടുന്നതും ഈ ക്രൈസ്തവ വിശ്വാസം ഈ ലോകത്തിലുള്ളതിന്റെ കൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ മാർപ്പാപ്പയുടെ ആ വാക്കുകളെ പൂർണ്ണമായും നമ്മൾ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. തീർച്ചയായും നന്ദി ശ്രീ അഡ്വക്കേറ്റ് പി ജോസഫ്, താങ്കളുടെ പ്രതികരണത്തിന്. ഏതായാലും സഭകൾ ഈ വിഷയത്തിൽ രംഗത്ത് വരും ദിവസങ്ങളിൽ ട്രംപിനെതിരെ എന്ന കാര്യത്തിൽ സംശയമില്ല. സ്വയം യേശുവായി ചിത്രീകരിക്കുക എന്നൊക്കെ പറയുമ്പോൾ വിശ്വാസ സമൂഹത്തെ വലിയ തോതിൽ അത് വ്രണപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. യഥാർത്ഥത്തിൽ ട്രംപിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് അമേരിക്കയിലും ഇതുമായി ബന്ധപ്പെട്ട് വ്യാപകമായ എതിർപ്പുകൾ ഉയരുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നുണ്ട്. ട്രംപിൻ്റെ യുദ്ധക്കൊതി, ട്രംപിൻ്റെ യുദ്ധവുമായി ബന്ധപ്പെട്ട പരാജയം, നീക്കമൊക്കെ അമേരിക്കയിൽ വ്യാപകമായി ചർച്ചയായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നടന്ന സർവേകളിൽ പോലും വലിയ വിഭാഗത്തിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽപ്പെട്ട വോട്ടർമാർ പോലും ട്രംപിൻ്റെ അനുകൂലികൾ പോലും ഇത്തരത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരം ചില കാര്യങ്ങൾ കൂടി ട്രംപിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. ഏതാണ്ട് 1-2 മണിക്കൂറോളം ട്രൂത്ത് സോഷ്യലിൽ ഈ പോസ്റ്റ് ഉണ്ടായിരുന്നു. വിമർശനം ഉയർന്നതിനെ തുടർന്നാണ് ഈ ചിത്രം അദ്ദേഹം പിൻവലിക്കുകയും മറ്റും ചെയ്തത്. സ്വയം യേശുവായി ചിത്രീകരിച്ച് രോഗശാന്തി നൽകുന്ന യേശുവായി സ്വയം ചിത്രീകരിച്ചുള്ള AI ചിത്രം. ഇതിൽ വിവിധ ആളുകളുടെ, രോഗികളുടെയും നഴ്സുമാരുടെയും പട്ടാളക്കാരുടെയും ഒക്കെ ചിത്രം ബാക്ക്ഗ്രൗണ്ടായി അമേരിക്കൻ പതാകയും നൽകിക്കൊണ്ടാണ് ട്രംപ് ഈ ചിത്രം പോസ്റ്റ് ചെയ്തത് എന്നുള്ളത് ഏറെ കൗതുകകരമായ, വിമർശന വിധേയമായ ഒന്നായി മാറുകയും ചെയ്തു. പ്രധാനപ്പെട്ട ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.